കായംകുളത്ത് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിൻ്റെ ചികിത്സാ സഹായം അടിച്ചുമാറ്റി എന്ന പരാതിയെക്കുറിച്ച് KPCC അന്വേഷണം നടത്തുമത്രേ. കായംകുളത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹരിത ബാബുവാണ് 8 ലക്ഷം രൂപ പിരിച്ചു നൽകിയെന്ന് പോസ്റ്റിട്ടത്. ഇതിന് പിന്നാലെ മർദ്ദനത്തിനിരയായ വനിതാ നേതാവ് തനിക്ക് പണം കിട്ടിയില്ല എന്ന പരാതി ഉയർത്തിയതോടെയാണ് അടിച്ചുമാറ്റൽ വാർത്ത പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ നേതാവിൻ്റെ കൂടുതൽ ഓഡിയോയും പുറത്തെത്തിയിട്ടുണ്ട്. അതൊന്ന് കേൾക്കാം. പരിക്കേറ്റ വനിതാ നേതാവിൻ്റെ ധനസഹായം അടിച്ചുമാറ്റിയ സംഭവത്തെക്കുറിച്ച് KPCC അന്വേഷിക്കും. ആലപ്പുഴയിലെ കളക്ടറേറ്റ് മാർച്ചിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ മേഘ രഞ്ജിത്തിന് വേണ്ടി സമാഹരിച്ച തുകയാണ് അടിച്ചുമാറ്റിയതെന്ന് കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തു വന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹരിത ബാബുവിൻ്റെ നേതൃത്വത്തിലാണ് ഫണ്ട് സമാഹരണം നടത്തിയതെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. പിന്നീട് 8 ലക്ഷം രൂപ കായംകുളത്ത് പരിക്കേറ്റ മേഘ രഞ്ജിത്തിന് നൽകിയെന്നായിരുന്നു ഹരിത ബാബുവിൻ്റെ പോസ്റ്റ്. ഇത് മേഘ രഞ്ജിത്തിന് ലഭിച്ചില്ല എന്ന വാർത്ത പുറത്തു വന്നതോടെയാണ് വിവാദങ്ങൾക്ക് വഴിതെളിച്ചത്. പരിക്കേറ്റതിന് ശേഷം തൻ്റെ കുടുംബജീവിതത്തിൻ്റെ തന്നെ താളം തെറ്റിയെന്ന് മേഘ രഞ്ജിത്ത് കൈരളി TVയോട് പറഞ്ഞു. പിന്നെ അവരാരും വിളിച്ചിട്ടില്ലേ? പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കളാരും പിന്നീട് നിങ്ങളെ മാങ്കൂട്ടമൊന്നും വിളിച്ചിട്ടില്ല? ഇല്ലില്ല. എനിക്ക് ഏതെങ്കിലും ഇന്റർവ്യൂ വരുമ്പോ ഇതുപോലെ മാങ്കൂട്ടം വിളിക്കും, ഞങ്ങള് നോക്കിക്കോളാന്ന് പറയും, വെക്കും. നോട്ടം ആ ഫോൺ വിളിയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനും എന്റെ ഹസ്ബൻഡും ആശുപത്രി പോവും. ഇപ്പൊ ഈ മാസം 19-ാം തീയതി അടുത്ത സിറ്റിങ്ങിന് പോകണം. എനിക്ക് ജോലി ചെയ്താൽ മാത്രമേ എനിക്ക് ഇനി അടുത്ത മാസത്തേക്ക് മരുന്ന് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ICSE സിലബസിൽ പഠിച്ചുകൊണ്ടിരുന്ന എന്റെ കുഞ്ഞിനെ ഞാൻ ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റി. അപ്പൊ നിങ്ങൾ എന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടമടക്കം ആരും തന്നെ ഇതിനുശേഷം തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 5 ലക്ഷം രൂപ നൽകിയെന്ന് പറയുമ്പോഴും ബാക്കി 3 ലക്ഷം രൂപ എവിടെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. ഇത് തെളിയിക്കേണ്ട ബാധ്യത വാർത്ത പുറത്തുവിട്ട ഹരിത ബാബുവിന് തന്നെയാണ്. KPCCയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇത് സംബന്ധിച്ച് പൂർണ്ണരൂപം പുറത്തുവരാൻ സാധ്യതയുള്ളൂ. ഇതിനിടയിൽ കൂടുതൽ വിവാദങ്ങൾക്ക് പോകേണ്ട എന്ന കർശന നിർദ്ദേശമാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഹരിത ബാബുവിനോടും മേഘ രഞ്ജിത്തിനും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കാതെ മേഘ രഞ്ജിത്ത് ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. കഴിഞ്ഞ 6 മാസക്കാലമായി ധനസഹായവും കാത്ത് കഴിയുകയാണ് മേഘ രഞ്ജിത്ത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ. ഷാജഹാൻ തന്നെ ചേരുകയാണ് ഈ വിഷയത്തിൽ. ഷാജി, ആ 8 ലക്ഷം പോയിട്ട് 8 രൂപ പോലും കൂടെ ഉള്ളവന് വേണ്ടി പിരിച്ചിട്ട് കൊടുത്തിട്ടില്ല. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ പിരിച്ച പൈസ എവിടെ പോയി? കോൺഗ്രസ്സുകാർ പിരിച്ച അത് തന്നെയാണ് അജിംഷാദ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ചർച്ചയായിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ വിവിധ ഗ്രൂപ്പുകളിൽ ചർച്ചയായിരിക്കുകയാണ്. ഹരിത ബാബു ആണ് ഇത്തരത്തിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകിയിരുന്നത്. അപ്പോൾ അവരായിരിക്കണം ഇതിന് ഉത്തരവാദി എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹരിത ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടതിന് തൊട്ട് പിന്നാലെ തന്നെ മേഘ രഞ്ജിത്ത് തനിക്ക് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റും വന്നതോടുകൂടിയാണ് വിവാദമായിരിക്കുന്നത്. എന്തായാലും ജില്ലയിലെ നേതാക്കളോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളോ ആരും തന്നെ ഇത് സംബന്ധിച്ച് പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല. മാത്രവുമല്ല മേഘ രഞ്ജിത്തിനോട് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പുറത്ത് പറയരുതെന്നുള്ള കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് സമരം നടത്തിയതിന്റെ ഒരു ഇരയായി മാറിയിരിക്കുകയാണ് മേഘ രഞ്ജിത്ത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ കാര്യത്തിലും മൗനമാണ്, ഈ കാര്യത്തിലും മൗനമാണെന്നാണ് മേഘ രഞ്ജിത്ത് പറയുന്നത്. തീർച്ചയായിട്ടും. കാര്യം രാഹുൽ മാങ്കൂട്ടം ജയിലിൽ പോയതിന്റെ പിന്നാലെ കേരളത്തിൽ മൊത്തത്തിൽ എല്ലാ കളക്ടറേറ്റുകളിലേക്കുമൊക്കെ തന്നെ മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ മേഘ രഞ്ജിത്ത് അടക്കമുള്ളവർ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുകയും ഒപ്പം ഉണ്ടായിരുന്ന 2 പേർക്ക് കൂടി പരിക്കേൽക്കുകയും ചെയ്തത്. പക്ഷെ ഒപ്പം ഉള്ളവരുടെ ഒക്കെ സ്ഥിതി സമാനമായ രീതിയിൽ തന്നെയാണ്. പക്ഷെ അവരാരും തന്നെ തുറന്നു പറയാൻ ഹരിത ബാബു ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ഇതിനുശേഷം മേഘ രഞ്ജിത്തിന്റെ വെളിപ്പെടുത്തലിന് ശേഷം അതിനുശേഷം ഹരിത ബാബുവിനെ നമ്മൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അപ്പോൾ അവർ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ്. എനിക്കൊന്നും പറയാനില്ല, അതൊക്കെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ സംസാരിക്കുമെന്നുള്ള രീതിയിൽ അവർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്തായാലും ഈ കാര്യങ്ങൾക്ക് ഇപ്പോഴും ഒരു കൃത്യമായ മറുപടി ഹരിത ബാബുവിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ യൂത്ത് കോൺഗ്രസ് ഭാഗത്തു നിന്നോ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പണം എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ആകാശത്ത് തന്നെ ഉയർന്നു നിൽക്കുകയാണ്. അത് അടിച്ചു മാറ്റി എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നത് തന്നെയാണ് നമുക്ക് പ്രഥമ ദൃഷ്ടിയ ബോധ്യമാകുന്നത്. കാരണം പൈസ അവരിലേക്ക് എത്തിയിട്ടില്ല, പിരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ 8 ലക്ഷത്തിൽ 1 ലക്ഷം പോലും കൊടുത്തിട്ടില്ല, 1 രൂപ പോലും കൊടുത്തിട്ടില്ല അല്ലേ? ആശുപത്രി ചിലവിനും മറ്റുമായിട്ട് അവർക്ക് കുറച്ച് പണം കിട്ടിയിരുന്നു. പക്ഷെ ഒരു 3 ലക്ഷം രൂപ അതിന്റെ അകത്ത് അധികമായിട്ട് കാണുന്നു. ഈ 3 ലക്ഷം എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമാണ് മേഘ രഞ്ജിത്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചിരുന്നത്. അതിന് തന്നെയാണ് മറുപടി ഇപ്പോൾ ഹരിത ബാബു അടക്കം പറയേണ്ടി വന്നിരിക്കുന്നത്. കാര്യം നമുക്കറിയാം, ഈ അവർ തന്നെ പറയുന്നുണ്ട്, ഹരിത ബാബു തന്നെ പറയുന്നുണ്ട്, ഞാൻ എന്റെ വീട്ടു കാര്യത്തിന് വേണ്ടിയിട്ടല്ല അടികൊള്ളാൻ പോയത്, പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ
ഇങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ ജീവിതം മൊത്തത്തിൽ തകിടം മറിഞ്ഞു, കുടുംബജീവിതം തകിടം മറിഞ്ഞു, നിത്യവൃത്തിക്ക് വകയില്ലാത്തൊരു സ്ഥിതിയിലേക്ക് പോയി. പക്ഷെ എന്നിട്ടും സാധാരണഗതിയിൽ പാർട്ടി സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിൽ അത്തരമൊരു സംരക്ഷണം പാർട്ടിയുടെ തീർച്ചയായും ഭാഗത്ത് ഒരു ലഭിക്കുന്നില്ല. പാർട്ടിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ ജീവിച്ച ഒരു മനുഷ്യനും മകനും വയനാട്ടിൽ മരിച്ചിട്ട് തിരിഞ്ഞു നോക്കിയില്ല, പിന്നാണ് ഒരു പരിക്കിന് തിരിഞ്ഞു നോക്കുന്നത്. 8 ലക്ഷം രൂപ അവിടേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാന വിവരമായി എത്തുന്നത്. ശാരീരികമായ ചലനങ്ങൾ പോലും ആ പരിക്കിന് ശേഷം ബുദ്ധിമുട്ടുള്ള രീതിയുണ്ട്. അതൊക്കെ കുടുംബത്തെ ബാധിക്കുന്നു, കുടുംബത്തിൻ്റെ വരുമാനത്തെ ബാധിക്കുന്നു എന്ന് മേഘാ രഞ്ജിത്ത് എന്ന ആ കോൺഗ്രസ് നേതാവ് കരഞ്ഞുകൊണ്ട് നമ്മളോട് പറയുന്നതിൻ്റെ വാക്കുകൾ കൂടിയാണ്, അതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.